അമേരിക്കൻ ശക്തിയെ ഭയമില്ലാത്ത ലോകത്തിലെ ഏക മുസ്ലിം രാജ്യത്തിന്റെ പേര് ഇറാൻ എന്നാണ്. എന്തുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ അതിശക്തമായിരിക്കുന്ന രാജ്യമായിട്ട് തീർന്നത് എന്നുള്ളതും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളും അഭിപ്രായ ഭിന്നതകളും ശത്രുതാപക്ഷത്തു നിന്ന് തന്നെ നോക്കിക്കാണാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് അവിടെ ഉണ്ടായത് എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാര്യം എന്ന് പറയുന്നത്, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം സർവാധിപത്യം ഉണ്ടാകാനുള്ള വലിയ ശ്രമങ്ങൾ ലോകയുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, രണ്ടാം ലോക യുദ്ധത്തിൽ റഷ്യയും അമേരിക്കയും ഒരു ചേരിയായിരുന്നു. ജർമ്മനിക്കെതിരെയും ജപ്പാനെതിരെയും നടത്തിയ യുദ്ധത്തിൽ അവർ ഒരു ചേരിയിൽ ആയിരുന്നു. അതോടൊപ്പം തന്നെ ചൈനയും ഉണ്ടായിരുന്നു. റഷ്യ എന്ന് പറഞ്ഞാൽ അന്നത്തെ സോവിയറ്റ് യൂണിയനും അമേരിക്കക്കും ഒപ്പം എന്നുള്ളൊരു വലിയ പ്രത്യേകതയുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങൾ ഏകോപനത്തോടു കൂടിയാണ് അന്ന് ജർമ്മനിയെയും ജപ്പാനെയും പരാജയപ്പെടുത്താൻ വേണ്ടി യുദ്ധമുഖത്ത് സജീവമായത്. യുദ്ധമൊക്കെ കഴിഞ്ഞു, അവർ വലിയ രീതിയിൽ ആധിപത്യം ഉണ്ടായി. ജപ്പാനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുസ്ഫോടനം നടത്തി. അങ്ങനെ ജപ്പാൻ വീണു. പിന്നെ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ്ലർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളും അങ്ങനെയൊക്കെ അവിടെ ഉണ്ടായി. അങ്ങനെയെല്ലാം കൂടി ആ വിഷയങ്ങളൊക്കെ പോകുന്നു. പിന്നീട് ആധിപത്യം ഉണ്ടായിരിക്കുന്ന ഈ രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി എന്ന് പറയുന്നത്, ആരായിരിക്കണം ലോകത്തെ നിയന്ത്രിക്കേണ്ടത് എന്ന കാര്യത്തിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ, അന്നത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യം എന്ന നിലക്ക് അവർ തമ്മിൽ കടുത്ത ഭിന്നതയിലുണ്ടായിരുന്നു. നേർക്ക് നേരെ അവർ യുദ്ധം ചെയ്തിട്ടില്ല എന്നല്ലാതെ ശീതസമരം അവർക്കിടയിൽ പ്രഖ്യാപിച്ചു. അങ്ങനെ അവിടുത്തെ ആഭ്യന്തരപരമായിരിക്കുന്ന സാമ്പത്തിക രംഗത്തൊക്കെ വലിയ രീതിയിലുള്ള തകർച്ച രണ്ട് രാജ്യത്തുണ്ട്. 40-ലധികം വർഷം നീണ്ടു നിന്ന ബൃഹത്തായിരിക്കുന്ന ഒരു സമര രീതിയായിരുന്നു ശീതസമരം എന്ന് പറയുന്നത്. ആ ശീതസമരത്തിൽ വലിയ തകർച്ച സാമ്പത്തിക രംഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ട് രാജ്യത്തിനും. പിന്നീട് അവർ തമ്മിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി സോവിയറ്റ് യൂണിയൻ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളായി വിഭജിച്ചതോടുകൂടിയാണ് ശീതസമരം പിൻവലിക്കുക. 1991 ആ കാലഘട്ടത്തിലാണ് ഗോർബച്ചേവിന്റെ ഭരണം സോവിയറ്റ് യൂണിയൻ അധികാരത്തിൽ വരുന്നു. അവിടെ ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന തുറന്ന സമീപനങ്ങളും സ്വതന്ത്രപരമായിരിക്കുന്ന ചിന്ത എന്ന് പറയുന്ന രണ്ട് നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നു. അതോടുകൂടി അവിടുത്തെ പൗരന്മാരുടെ അഭിപ്രായങ്ങൾ, സ്റ്റാലിന്റെ കാലത്തൊക്കെ നടന്നിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചും തങ്ങളുടെ ബന്ധുക്കളെ കൂട്ടക്കൊല ചെയ്തതും അവർ കൂട്ടക്കൊല ചെയ്തിട്ട് അടക്കം ചെയ്ത പ്രദേശത്തിലെ ഭൂമി പോലും അവര് മാന്തിയെടുത്തുകൊണ്ട് ശരീരത്തിന്റെ ആ കാലത്തുണ്ടായിരുന്ന അവരുടെ തലമുറയുടെ ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് പ്രദർശിപ്പിച്ച രീതികളൊക്കെ അന്നത്തെ കാലത്ത് വലിയ രീതിയിൽ ചർച്ച വന്നതാണ്. സ്റ്റാലിന്റെ ഏറ്റവും വലിയ പ്രതിമ സോവിയറ്റ് യൂണിയന്റെ തലസ്ഥാനമായിരിക്കുന്ന മോസ്കോയിൽ നിന്ന് തകർത്ത് എറിയുന്ന രംഗങ്ങളൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് ലോകം നോക്കി കണ്ടത്. പിന്നീട് സോവിയറ്റ് യൂണിയൻ തകരുന്നു. അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഒക്കെ പറഞ്ഞിട്ട് 8ഓളം രാജ്യങ്ങളായി വിഭജിക്കുന്നു. റഷ്യ എന്ന് പറയുന്ന രാജ്യം മാത്രം മാറി നിൽക്കുന്നു. അതോടുകൂടി അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഉണ്ടായിരുന്ന ശീതസമരം അവസാനിക്കുന്നു. ഏകദേശം ആധിപത്യം അമേരിക്കയ്ക്ക് കിട്ടുന്നു. അമേരിക്കയ്ക്ക് ആധിപത്യം കിട്ടിയതിനു ശേഷം അമേരിക്ക എന്ത് ചെയ്യുന്നു? പിന്നീട് ലോകത്തെ വലിയ രീതിയിലുള്ള നിയന്ത്രണത്തിന്റെ കീഴിലാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. കാരണം എന്ന് പറഞ്ഞാൽ വലിയ സൈനിക ശക്തിയും വലിയ ബലവുമുള്ള രാജ്യമാണ് റഷ്യ എങ്കിലും അമേരിക്കയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ മാത്രം അവർ ധൈര്യം കാണിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവുണ്ട്. ആഭ്യന്തരപരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, അഫ്ഗാനിസ്ഥാനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വിഷയങ്ങൾ, വലിയ പ്രശ്നങ്ങൾ ആഭ്യന്തര കലാപങ്ങൾക്ക് ഉണ്ടായതിനു ശേഷം സ്വതന്ത്രമായതാണ്. അങ്ങനെ പല പ്രവിശ്യകളും അങ്ങനെ തന്നെയാണ് രാജ്യമായിട്ട് രൂപാന്തരം പ്രാപിച്ചത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അന്നത്തെ സോവിയറ്റ് യൂണിയന് സാധിക്കാത്തതിനാൽ ഇനി വലിയൊരു മുന്നേറ്റം ഉണ്ടാവുകയില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക എന്ത് ചെയ്തു? സർവാധിപത്യം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം തന്നെ ആരംഭിച്ചു. അങ്ങനെ കഴിഞ്ഞ ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം. ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക ഉപയോഗിച്ച തന്ത്രം എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളെ മുഴുവനും, അറബ് രാജ്യങ്ങളെ മുഴുവൻ അമേരിക്കയോടൊപ്പം ചേർത്ത് നിൽക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ അന്ന് തന്നെ നടത്തി. അതിലവർ വിജയിക്കുകയും ചെയ്തു. അറബ് മേഖല മുഴുവനും അമേരിക്കയോടൊപ്പമായിരുന്നു. ഏതെങ്കിലും ഒരു രാജ്യം ഇറാഖിനെതിരെ ഇറാഖിന് അനുകൂലമായ രീതിയിൽ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോർജ് ബുഷ് ഇന്ത്യയിൽ വരെ സന്ദർശനം നടത്തിയിട്ട് ഇറാഖിനെതിരെയുള്ള സഹായം തേടിയിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ പരമാവധി രാജ്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു. അങ്ങനെ ആ മേഖല കീഴടക്കാൻ വേണ്ടി, അറബ് മേഖല ഏതായാലും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കൈവശത്തിലാണ്. അതോടൊപ്പം തന്നെ ഇറാഖ് വീണതോടുകൂടി ആ സർവാധിപത്യം ആ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചു. എന്നാൽ അതിൽ നിന്ന് മാറി നിന്നത് എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. ഇറാൻ ആ സമയത്ത് ബദ്ധശത്രുക്കളായി തന്നെയാണ് നിലനിന്നത്. കാരണം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും യഥാർത്ഥത്തിൽ അമേരിക്ക
തയ്യാറല്ല എന്ന് തിട്ടപ്പെടുത്തിയതായിരുന്നു. ഇറാൻ തയ്യാറല്ല എന്ന് നിജപ്പെടുത്തിയിരിക്കുന്ന ഒരു രീതിയാണ് അന്ന് തന്നെ തുടർന്നത്. കാര്യം എന്ന് പറഞ്ഞത് സദ്ദാം ഹുസൈനുമെതിരെ അമേരിക്ക യുദ്ധം നടത്തുന്ന ആ കാലത്ത് തന്നെ അമേരിക്ക ഇറാനോട് സഹായം ചോദിക്കുകയും തങ്ങൾ സഹായിക്കുകയില്ല എന്ന് കൃത്യമായി തുറന്നു പറയുകയും ചെയ്തു. അത് തന്നെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ബദ്ധവൈരികളായിരിക്കുന്ന ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്ന ഒരു രാജ്യമായിട്ട് തങ്ങൾക്ക് ബന്ധമില്ലെന്നും സഹകരിക്കില്ല എന്നുമാണ് അന്ന് തന്നെ പറഞ്ഞത്. 1985 ആ കാലഘട്ടത്തിൽ നടന്ന ഇസ്ലാമിക വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയായ രീതിയിൽ തന്നെ പല രീതിയിലുള്ള ശ്രമങ്ങളും ഇറാനെ കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ ഇറാന്റെ സാമ്പത്തിക രംഗം തകർത്താൻ സൈനികമായ രീതിയിൽ മേധാവിത്വം ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ അമേരിക്ക നടത്തിയിട്ടുണ്ട്. ആ നടത്തിയ ശ്രമങ്ങളൊക്കെ അന്ന് തന്നെ വലിയ പരാജയത്തിലാണ്. അവിടെ വലിയ രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തി 15-20 വർഷം നീണ്ടു നിൽക്കുന്ന ഉപരോധമാണ് ആ കാലഘട്ടത്തിൽ തന്നെ ഇറാനെതിരെ അമേരിക്ക ഘട്ടം ഘട്ടമായിട്ട് ഏർപ്പെടുത്തുന്നത്. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആണവായുധ കരാർ വ്യവസ്ഥയിൽ ഇറാൻ ഒപ്പുവെക്കാത്തത് കൊണ്ട് ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കാതെ പോയി. പിന്നീട് സാമ്പത്തിക തകർച്ചയുടെ ഇടയിൽ അവർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. തങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇറാഖ് യുദ്ധത്തോടു കൂടി യഥാർത്ഥത്തിൽ ഇറാൻ മനസ്സിലാക്കുന്നത്. ഇറാനും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് 8 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധം, 10 ലക്ഷത്തോളം മനുഷ്യന്മാർ മരിച്ച യുദ്ധമാണ്. അത് ഇറാഖാണ് ഇറാൻ ആക്രമിക്കുന്നത്. ആ സമയത്ത് സാമ്പത്തിക രംഗവും പ്രതിരോധ രംഗമൊക്കെ വലിയ തകർച്ചയിലായിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവർക്ക് ഈ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള വില നൽകേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് തങ്ങളും തങ്ങളുടെ പൗരന്മാരും തങ്ങളുടെ രാജ്യം സുരക്ഷിതമല്ല എന്നൊരു തിരിച്ചറിവ് ഇറാൻ ഉണ്ടാകുന്നത് സദ്ദാം ഹുസൈന്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നീട് പ്രതിരോധ രംഗമാണ് അവർക്ക് സജീവമാക്കുന്നത്. സദ്ദാമിന്റെ ഭരണം വീണതോടുകൂടി ഇറാനെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് വളരെ എളുപ്പമാണ് എന്ന് അമേരിക്ക കണക്ക് കൂട്ടി. അതാണ് അമേരിക്കക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിയത്. അങ്ങനെ കീഴ്പ്പെടുത്താൻ വേണ്ടി അമേരിക്കക്ക് ഇറാനെ സാധിക്കുകയില്ല എന്നുള്ളിടത്തേക്ക് യഥാർത്ഥത്തിൽ അമേരിക്ക എത്തിയതോടുകൂടി പിന്നീട് സാമ്പത്തിക ഉപരോധം, സൈനിക ഉപരോധം ഒക്കെ ശക്തമാക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. ഈ ഉപരോധത്തിന്റെ ഇടയിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? പ്രതിരോധ രംഗം സജീവമാക്കാനുള്ള വലിയ ശ്രമം നടത്തി. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഇറാനും ഈ റഷ്യയുമായിട്ട് വലിയ ബന്ധം ആ കാലത്ത് തന്നെ ഇറാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏറ്റവും വലിയ അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ റഷ്യയുടെ കൈവശത്തിൽ നിന്ന് ഇറാൻ വാങ്ങുന്നു. ഇറാൻ എന്ത് ചെയ്യുന്നു? അത് മോടി കൂട്ടി വികസിപ്പിച്ചുകൊണ്ട് അതിനെ ശക്തിയുള്ളതാക്കി മാറ്റുന്നു. 500 കിലോമീറ്റർ വൈദൂരമുള്ള മിസൈൽ ഇറാനിൽ എത്തിക്കഴിഞ്ഞാൽ അത് 1500-ഉം 2000 കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലാക്കിയിട്ട് അവർ മാറ്റം വരുത്തുന്ന രീതിയിൽ അതിന്റെ സാങ്കേതിക വിദ്യകളൊക്കെ കാണുകയും പഠിക്കുകയും ചെയ്തിട്ട് അതിന് വലിയ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിക്കൊണ്ട് 2000-ഓളം കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലാക്കി നിർമ്മിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കി എന്നുള്ളതാണ്. കാരണം മുഖ്യ ശത്രുവായിരിക്കുന്ന ഇസ്രായേൽ മുഖ്യ ശത്രു ആണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ മുഖ്യ ശത്രുവായിട്ട് അവർ അമേരിക്ക തന്നെയാണ് കാണുന്നത്. അവരുടെ കയ്യിലാണ് ആയുധപരമായിരിക്കുന്ന അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങളും സംവിധാനങ്ങളും ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ഏത് തരത്തിലും സഹായിക്കാൻ വേണ്ടി അമേരിക്ക എല്ലാ കാലത്തും മുന്നോട്ട് വരും എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു രാജ്യത്തിന്റെ പേര് കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് അവർ ആയുധപരമായും സൈനികപരമായും ശക്തി കൂട്ടുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ശ്രദ്ധ ചെലുത്തിയതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഇസ്രായേലിനെതിരെയുള്ള പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അതിപ്പോ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പതിറ്റാണ്ടുകളോ കൊണ്ടല്ല. അവരങ്ങനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ശ്രമങ്ങൾ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അറബ് മേഖലയിലുള്ള രാജ്യങ്ങൾ എത്ര വലിയ ശക്തിയുള്ള രാജ്യങ്ങളാണ് എന്ന് ആണെങ്കിൽ പോലും ഒരു യുദ്ധമുഖത്തുണ്ടാവുകയാണെങ്കിൽ അവർക്കൊരിക്കലും പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് അറിയാം. അതേപോലെ തന്നെ ഇറാനും അറിയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏകദേശം 24 മണിക്കൂർ പോലും തികയുന്നതിന് മുൻപാണ് കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തെ ഇറാഖിന്റെ സൈനികരായിരിക്കുന്ന സദ്ദാം ഹുസൈന്റെ പട്ടാളക്കാർ പിടിച്ചടക്കുന്നത്. ഏത് രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ കുവൈറ്റിന്റെ സൈനികർ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി ഈ സൈനിക വ്യൂഹത്തിന് സാധിച്ചു എന്നുള്ള വലിയൊരു പ്രത്യേകതയുള്ള കാര്യമാണ്. അപ്പോൾ കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് അന്ന് ഇറാനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ നേരെയും ഇത്തരം ശക്തികളൊക്കെ ഈ പിൽക്കാലത്ത് വരാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ അവർ വലിയ രീതിയിൽ സൈനികപരമായിരിക്കുന്ന ശക്തി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അതിലവർ വിജയിച്ചു. അവിടെയാണ് അമേരിക്ക പരാജയപ്പെടുകയും ചെയ്തത്. ധൈര്യവും ശക്തിയും ആയുധങ്ങളും അതോടനുബന്ധിച്ച് തന്നെ ആയുധം ഉപയോഗിക്കാനുള്ള സാങ്കേതികപരമായിരിക്കുന്ന സംവിധാനം ഉണ്ടാക്കുന്നതിൽ ഇറാൻ എല്ലാ കാലത്തും വിജയിച്ചിട്ടുണ്ട്. ആ വിജയത്തിന്റെ ശക്തി ഇപ്പോഴും ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും അനുഭവിക്കുകയാണ്. ഇപ്പോഴും ഇറാന്റെ ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക വലിയ രീതിയിലുള്ള പ്രയാസം എന്ന് പറയുന്ന സമയത്ത്
തങ്ങൾക്ക് നേരെ, ഇസ്രായേലിന് നേരെ ഏത് സമയത്താണ് ആക്രമണം ഉണ്ടാവുക എന്ന് ഇപ്പോഴും പറയാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്ന കാര്യത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാണ്. അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യത്തിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക സംവിധാനത്തിന് നേരെ ഇറാൻ ആക്രമിക്കും എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ യുദ്ധം ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന കാര്യം അമേരിക്കയുടെ തന്നെയാണ്. അതിനുശേഷം മാത്രമേ മറ്റുള്ള രാജ്യത്തിലേക്കുള്ളൂ അല്ലെങ്കിൽ ഇസ്രായേലിനുള്ളൂ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാടുകൾ ഏത് സമയത്ത് യുദ്ധം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നൊരു വാക്കവിടെ പറഞ്ഞു വെച്ചതോടുകൂടി വലിയ പ്രതിസന്ധിയും വലിയ വിഷയങ്ങളും ഈ ഭാഗത്തും നിലനിൽക്കുകയാണ്. അത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക രംഗത്തേക്കും അതിനെ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ച യൂറോപ്യന്മാർക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന. ആ വിഷയങ്ങൾ തീർക്കാനോ അല്ലെ പരിഹരിക്കാനോ ആ ഭാഗത്തിലൂടെ സ്വതന്ത്രമായ രീതിയിൽ ഒരു കപ്പൽ യാത്ര ചെയ്യാനോ പറ്റാത്ത വിധം യഥാർത്ഥത്തിൽ കാലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ലോകത്തിലെ വൻ ശക്തികളായിരിക്കുന്ന അമേരിക്കയും ബ്രിട്ടനും ജപ്പാനും ജർമ്മനിയും ഫ്രാൻസും എല്ലാം കൂടി ചേർന്ന് നിന്നിട്ട് പോലും സാധിക്കുന്നില്ല. അവിടെ പരാജയമാണ്. ഇതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ സ്ഥിതിവിശേഷം പറയുന്നത്. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ശക്തിയെ ഭയമില്ലാത്ത ലോകത്തെ ഏക രാജ്യത്തിന്റെ പേര് ഇറാൻ എന്നാണ്. അത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് അമേരിക്ക എന്ന് പറയുന്ന വലിയ ശക്തി തങ്ങൾക്ക് നേരെ തിരിഞ്ഞു വരില്ല എന്ന് ഒരിക്കലും ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് പ്രതിരോധിക്കണമെങ്കിൽ ആയുധപരമായിരിക്കുന്ന ബലവും ശക്തിയുമില്ലാതെ രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയും ശക്തി സംഭരിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചത്. അമേരിക്ക തമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചതിൽ മൂന്നാമത്തോ നാലാമത്തോ പേര് വരുന്നത് ഇറാനാണ്. അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന കുറെ കുഴപ്പങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പല കുറി അമേരിക്ക ശ്രമിച്ചിട്ടും അവർക്ക് വിജയിക്കാൻ കഴിയാതെ പോയതിന്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തിയാണ് എന്ന് ഏറെക്കുറെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും.